ഞാൻ ഡോക്ടർ വിവേക് എബ്രഹാം, ബെറൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമ്മൾ ചെവിവേദന നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഓട്ടാലജിയ എന്ന് പറയും. അതിൻ്റെ കാരണങ്ങൾ ചില കാരണങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് സാധാരണ നമ്മൾ ചെവിവേദന വരുന്ന കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. സാധാരണ നമ്മളൊരു ചുമയോ കോൾഡോ വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞ് സാധാരണ നല്ല ചെവിവേദനയായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ മൂക്കും ചെവിയായിട്ടൊരു ട്യൂബുണ്ട്, യൂസേഷ്യൻ ട്യൂബ് എന്ന് പറയും. അപ്പം അതുവഴി ഇൻഫെക്ഷൻ ചെവിയിലേക്ക് വന്ന് അവിടെ പഴുപ്പ് കെട്ടി നിന്ന് അവിടുന്ന് ഇൻഫെക്ഷൻ കൂടിയിട്ട് പലപ്പോഴും ഡ്രം പൊട്ടി ചെവി ഒലിക്കാറും പനിയും എല്ലാം വരാറുണ്ട്. അത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു കോമൺ കോസ് ഫോർ ചെവിവേദന. രണ്ടാമത്തെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും പലപ്പോഴും ചെവി ക്ലീൻ ചെയ്യാറുണ്ട്. ചെവി ക്ലീൻ ചെയ്യുന്നത് യൂഷ്വലി ബഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ചിലർ സേഫ്റ്റി പിൻ, ഹെയർ പിൻ അതെല്ലാം യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാറുണ്ട്. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചെവിയുടെ ഔട്ടർ കനാൽ സ്കിൻ വളരെ സെൻസിറ്റീവാണ്. അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നാൽ പലപ്പോഴും ശക്തിയായ വേദനയും പഴുപ്പും ഇൻഫെക്ഷനെല്ലാം വന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് എസ്പെഷ്യലി ഇൻ ഡയബറ്റിക്സ് അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ കണ്ടീഷൻ്റെ പേര് അക്യൂട്ട് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയും. അതിൽ നമ്മൾ കഴിവതും അങ്ങനെ ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഡയബറ്റിക് പേഷ്യൻ്റ് എസ്പെഷ്യലി ഇത് അൺകൺട്രോൾ ഡയബറ്റീസ് ആണെങ്കിൽ പലപ്പോഴും ഈ ഇൻഫെക്ഷൻ എല്ലിലേക്ക് പോകാറുണ്ട്. എല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാകും. അത് മാലിഗ്നൻ്റ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതിന് വളരെ കോംപ്ലിക്കേഷൻസും ബ്രെയിനിലേക്കും ഇൻഫെക്ഷൻ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കോമൺ ആയിട്ട് നമ്മുടെ ENT OPD കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെഫേർഡ് പെയിൻ ആണ്. അതായത് ചെവിക്കൊരു കുഴപ്പമില്ല, പക്ഷേ പലപ്പോഴും തൊണ്ടയിൽ നിന്നും പല്ലിൽ നിന്നും ഉള്ള ഇൻഫെക്ഷൻ കാരണം ചെവിയിലേക്ക് വേദന റെഫേർഡ് ഓട്ടാലജിയ എന്ന് പറയും. റെഫേർഡ് ഓട്ടാലജിയ എന്ന് പറഞ്ഞാൽ റെഫേർഡ് ചെവിവേദന. അതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം വേറൊരു റെഫേർഡ് കോസ് ഓഫ് പെയിൻ ഇസ് ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ് ആർത്രൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ ജോ ബോണിന് അറ്റാച്ച് ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ ചെവിയുടെ മുമ്പിലാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വന്നാൽ പലപ്പോഴും ഇൻഫ്ലമേഷൻ വന്നിട്ട് ചെവിയിലേക്ക് വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വളരെ അപൂർവമായ ചില കണ്ടീഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ചില റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ, ആൽക്കഹോളിസം, സ്മോക്കിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ക്യാൻസർ ഓഫ് ദ ത്രോട്ട് ക്യാൻ കോസ് റെഫേർഡ് പെയിൻ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു വന്നത് ചെവിവേദന ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എപ്പോഴും അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്രയും വേഗം ഒരു ENT ഡോക്ടറിനെ കാണിക്കുകയാണ് ഉചിതമായിട്ടുള്ള തീരുമാനം. I am always available in Beren Specialist Hospital to clear your doubts anytime. Thank you so much.